ഇവിടെ പ്രേക്ഷകരെ ഉടനടി വാർത്ത ഇപ്പം നിൽക്കുന്ന ഈരാറ്റുപേട്ടയിലാണ്. ഈരാറ്റുപേട്ട നമുക്കറിയാം വെള്ളപ്പൊക്കം ഉണ്ടായതിൽ ഇപ്പോൾ ഒരാഴ്ച ആകുന്നു. വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിൻ്റെ ഈരാറ്റുപേട്ടയുടെ ആ പഴയ സ്ഥിതിയിലേക്ക് വരുന്നതിൻ്റെ കുറേ കാഴ്ചകൾ ഞാൻ കാണിച്ചു. വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലവും നിങ്ങൾക്ക് കാണാം. ഇവിടെ എല്ലാം വെള്ളം കയറിയ സ്ഥലങ്ങളാണ് കേട്ടോ. ഈരാറ്റുപേട്ടയുടെ ചരിത്രത്തിൽ ഇതുപോലെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് പറയാനും പറ്റത്തില്ല കേട്ടോ. ആ മീനച്ചിലാറാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് തൊടുപുഴ റൂട്ടിലുള്ള നമ്മൾ ചപ്പാത്തുണ്ടല്ലോ, തൊടുപുഴ റൂട്ടിലുള്ള ചപ്പാത്താണ് കേട്ടോ. ഇവിടുത്തെ വഴി നടക്കൽ പോകാം. ഈ നേരെ കാണുന്ന ബിൽഡിങ്ങെല്ലാം വെള്ളം കയറുന്നതാണ് കേട്ടോ. ആ ഇതിൽ അപ്പുറത്ത് വെള്ളമില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ മുസ്ലിം പള്ളിയുടെ ആ റൂട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലേ ഒരാൾ. ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ അടിവശം മൊത്തം അല്ലേ? ആ ആ ചേട്ടൻ എവിടെ താമസിക്കുന്നത്? കടപ്പള്ളി പഞ്ചായത്ത്. ആ ഇവിടെ പണിയാണോ അതോ? ആ ഇവിടെ ആ കട തന്നെ പണിയാണോ? ആ ആ എത്ര ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടല്ലേ? ഈരാറ്റുപേട്ട ഇന്ന് വരെ ഇതുപോലെ വെള്ളം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആണോ? ഇത്രയും കയറി. കാരണം ഈ ടൗൺ ഏരിയ മൊത്തം കയറി. 65 വയസ്സ്. ആ 2021 ഒഴിയതുള്ളൂ. ആ അകത്ത് അന്ന് 2021 ഇത് മീനച്ചിലാറല്ലേ? മീനച്ചിലാറ്. അപ്പോൾ ഈ ടൗൺ അപ്പുറത്തോടെ ഒഴിയുന്നത് ഈ ആറ് തന്നെയാണ് അല്ലല്ലോ? പൂഞ്ഞാറ്. ആ ആ ആ മുസ്ലിം പള്ളിയുടെ ആ പരിസരത്തൊക്കെ പൂഞ്ഞാറ് അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ മീനച്ചിലാർ. ആ ആ ആ ആ ഇപ്പോൾ പുനരധിവാസത്തിൻ്റെ ഒക്കെ ഇത് വെച്ചേക്കുന്നത്. ആ ആരും അറിഞ്ഞില്ല. ആ നേരത്തെ. ആ അതന്നെ ആ അറിയുന്നത് എല്ലായിടത്തും തന്നെയാണ്. എല്ലായിടത്തും നമുക്കറിയാം. റാന്നിയിലും അതുപോലെ മാറ്റാൻ പറ്റിയില്ല. അല്ലെങ്കിൽ കുറേ മാറ്റിയായിരുന്നു. അതന്നെ ഇവിടെ വന്നപ്പോഴേ വെള്ളം നിൽക്കുക. അപ്പോൾ ആ അതെ. എന്താ എവിടെ? ആ ആ ആ 4 മണിക്ക്. ആ പെരക്കത്ത് അരയടി വെള്ളമായിരുന്നു. അരയടി. ആ ഞാൻ ചിലപ്പോൾ അരയോളം വെള്ളം ഉണ്ടാവും. ആ ഒരു 5 മിനിറ്റ് കൊണ്ട് നിമിഷ നേരം കൊണ്ട് വെള്ളം കയറും. അത് പെട്ടെന്ന് മഴയല്ലായിരുന്നു. ഈ പുനരധിവാസം അതിന് ഇതൊക്കെ അവിടെ എന്തോ പരിപാടി നടക്കുന്നല്ലേ? ആ ആ ഓരോരുത്തർ കൊടുക്കുക. അവിടെ സ്വീകരിക്കുന്നത്. ഓക്കെ ഓക്കെ. ആ ആ പക്ഷെ ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട് ഭയങ്കര. ഈ പേട്ടയ്ക്ക് ആ പറയാതിരിക്കാൻ പറ്റത്തില്ലേ. ഇവിടെ ആൾക്കാർ അതുപോലെ തന്നെ ഈ പിന്നെ ക്യാമ്പൊന്നും ഇല്ലല്ലോ. എല്ലാവരും ഓരോ വീട്ടിലല്ലേ? ആ പെട്ടെന്ന് വെള്ളം ഇറങ്ങും. ആ അതന്നെ. പക്ഷെ ആ കയറിയ വെള്ളം പ്രശ്നമാണ്. ഓക്കെ ചേട്ടനെ കാണാൻ സാധിച്ച സന്തോഷം. നമ്മുടെ പേരിനെ ഒന്നുകൂടെ പറഞ്ഞു. പേര് ഞാൻ ഒരു ഉടനടി വാർത്ത എന്ന് പറഞ്ഞ യൂട്യൂബറാണ്. ആ പേരിനെ ഒന്നുകൂടെ പറഞ്ഞ്. ഗോപിച്ചേണ്. ആ ആ മേശിരിപ്പണി തന്നെ. കുഴപ്പം നല്ല കാര്യമല്ലേ? ജീവിക്കാൻ വേണ്ടി നമ്മൾ തൊഴിലല്ല ലക്ഷ്യം. നമ്മൾ ജീവിക്കണം. അതെയാണ് ലക്ഷ്യം. ആ ഓക്കെ 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 താങ്ക് യു കോവിച്ചേട്ടാ. ഓക്കെ ആ മതി സന്തോഷം. ഓക്കെ ഓക്കെ.
ഫേസ്ബുക്ക് വരുമോ? എല്ലാം വരും. അപ്പോൾ ഫേസ്ബുക്കിലും വരും, അതുപോലെ തന്നെ യൂട്യൂബിൽ വരും, റീല് വരും, ഇൻസ്റ്റാഗ്രാമിൽ വരും കേട്ടോ. അപ്പോൾ ചേട്ടനെ ഞാൻ കാണിച്ചു തരാം. മൊബൈലുണ്ടെങ്കിൽ എൻ്റെ നമ്പർ അടിച്ചാൽ മതി, ആ നമ്പറിൽ വരും കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം നമുക്ക്. എൻ്റെ പേര് ഹുസൈൻ എന്നാണ്. ഓക്കെ, താങ്ക് യു ഗോവിച്ചേട്ടൻ. ഓക്കെ, താങ്ക് യു.